എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, അതുപോലെ DMLT, അതുപോലെ തന്നെ DOA, അതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു, അതായത് ഡിസംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി ചോദിക്കുന്ന കാര്യമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴായിരിക്കും പ്രസിദ്ധീകരിക്കുക, അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് പരിശോധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര രൂപയായിരിക്കും ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് ഉണ്ടാവുക, അതുപോലെ തന്നെ അഡ്മിഷൻ എപ്പോഴാണ്, അതുപോലെ തന്നെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെയോ ആയിരിക്കും പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ രാവിലെയോടെ റിസൾട്ട് പരിശോധിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇനി ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ആവശ്യമാണ്. ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും അറിയില്ല എങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ള ആ ഒരു ബട്ടണിൽ, അതായത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ നിങ്ങളുടെ ഈ ഒരു LBS അപേക്ഷ നൽകിയപ്പോൾ നൽകിയ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൃത്യമായിട്ട് നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, അതിനുശേഷം പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് നമ്പർ ഏതാണ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ ഏത് കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതും, അതുപോലെ തന്നെ ഓപ്ഷൻ നമ്പർ എത്രയാണ്, ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾക്കിവിടെ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടുകയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾക്കിവിടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പകരം ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു റിസൾട്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ട്രയൽ അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജും, അതുപോലെ തന്നെ ഇത് ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് എന്നും അതുപോലെ തന്നെ ഈ ഒരു നാളത്തെ ഡേറ്റും അതുപോലെ തന്നെ ആ ഒരു കോട്ടയും ഓപ്ഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് നേരെയായിട്ട്, അതായത് ജസ്റ്റ് നിങ്ങൾ കുറച്ച് സൈഡിലോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷനുകളാണ് ചോദിക്കുക. ഒന്നാമത്തേത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, രണ്ടാമത്തേത് ഓഫ്ലൈൻ പേയ്മെൻറ്റിനുള്ളത്. ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ രണ്ടാമത്തെ മോഡായിട്ടുള്ള ഓഫ്ലൈൻ മോഡ്, അതായത് ചലാൻ വഴിയുള്ള ആ ഒരു പേയ്മെൻറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് പിന്നീടുള്ള അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ അല്ല, നിങ്ങളുടെ ഈ ഒരു ചലാനിൽ ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ നേടാനുള്ളതാണ്. അതിപ്പോൾ കിട്ടില്ല. അത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ആ ഒരു അതായത് ആ ഒരു ഫോം നിങ്ങൾക്ക് കിട്ടുക. അത് ഫോമല്ല, ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഡ്മിഷൻ നേടാനായിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന ഡോക്യുമെൻറ്റ് കിട്ടുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് ശാഖ വഴി ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എത്ര രൂപയായിരിക്കും വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു DPharm ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ 6800 രൂപയും, അതുപോലെ മറ്റ് കോഴ്സുകളാണ് ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്നതെങ്കിൽ 7240 രൂപയും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 10000 രൂപയുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ വരിക, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ വരിക.
അതുപോലെ തന്നെ നിങ്ങൾ SC/ST OEC അതുപോലെ ഫീസ് ആനുകൂല്യങ്ങൾക്ക് അർഹമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഏകദേശം 100 രൂപയോളമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജായാലും സെൽഫ് ഫിനാൻസ് കോളേജായാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഒന്നുകിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയത് കൊണ്ടാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടുകയാണെങ്കിൽ ഇതിന് താഴെയായിട്ട് തന്നെ ഫസ്റ്റ് എന്നും അതുപോലെ ഏത് അലോട്ട്മെൻറ്റിലാണ്, ഏത് കോട്ടയിലാണ്, അതുപോലെ എത്രാമത്തെ ഓപ്ഷനാണ്, കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ് എന്നുള്ളതും അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷൻ എപ്പോഴാണ് എന്നുള്ളത്. അഡ്മിഷൻ എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് സമയത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികളെങ്കിലും ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണ് അല്ലെങ്കിൽ കോഴ്സാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ ഒരു വിദ്യാർത്ഥി അടുത്ത അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെ അടുത്ത സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ മാത്രമാണ് അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും സ്പോട്ട് അലോട്ട്മെൻറ്റിലും മാത്രമേ ആ ഒരു വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഈ ഒരു നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഫോർ, അതായത് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റീഅറേഞ്ച് ഓപ്ഷൻസ് എന്നുള്ള ഒരു ലിങ്ക് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്ന പേജിലാണ് പോവുക. നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഓപ്ഷൻ നൽകാത്ത കോളേജിലൊന്നും അവിടെ കാണാൻ പറ്റില്ല. ഏതെങ്കിലും കോളേജ് പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കോളേജ് കാണാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജ് ഓപ്ഷനുകളിൽ നിന്നും, അത് നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത കോളേജ് ലിസ്റ്റാണ് കാണാൻ പറ്റുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതല്ല പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് B.Pharm ആണ്, അതായത് B.Pharm അല്ല D.Pharm ആണ്. അപ്പോൾ D.Pharm ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് തന്നെ മതി, ആ ഒരു കോളേജ് തന്നെ മതി എന്നാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യമാണ് ചെയ്യാൻ സാധിക്കുക, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. അത് പരിശോധിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിലവിൽ ഇപ്പോൾ ഓപ്ഷൻസ് എന്നുള്ള ഒരു ലിങ്ക് മാത്രമാണുള്ളത്. ആ ഒരു ലിങ്കും പ്രത്യേകിച്ച് വർക്കൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് അതിനുശേഷം പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അതായത് ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. കാരണം ചില സമയത്ത് വെബ്സൈറ്റ് ഇഷ്യൂ ഒക്കെ കൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരാനായിട്ട് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 2 ദിവസമാണ് കിട്ടുക. അപ്പോൾ ആ 2 ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കോളേജ് കിട്ടി, ആ ഒരു കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു 7ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അത് D.Pharm ആണ്. അപ്പോൾ D.Pharmലേക്കുള്ള ആ ഒരു സീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇതിന് മുകളിലുള്ള 1 മുതൽ 6 വരെയുള്ള ഓപ്ഷനുകളെയാണ് പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. നിങ്ങൾക്കിപ്പോൾ 100 ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ 7ാമത്തേതാണ് കിട്ടിയതെങ്കിൽ ഇതിന് ശേഷമുള്ള 8, 9, 10 ഈ രീതിയിലുള്ള ആ ഒരു താഴ്ന്നിട്ടുള്ള അതായത് ഓപ്ഷനുകൾ, അതായത് 7ന് ശേഷമുള്ള 8, 9, 10 മുതൽ 100 വരെയുള്ള ഓപ്ഷനുകളൊക്കെ റദ്ദ് ചെയ്യപ്പെടും. പിന്നീട് 1 മുതൽ 6 വരെയുള്ള ആ ഒരു ഓപ്ഷനുകളാണ് പിന്നീട് പരിഗണിക്കുക. നിങ്ങൾക്കിപ്പോൾ 7ാമത്തെ ഓപ്ഷൻ D.Pharm ആണ് കിട്ടിയത്, അത് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം 1 മുതൽ 6 വരെയുള്ള ഓപ്ഷൻ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ്റെ മുകളിൽ മറ്റ് ഓപ്ഷനുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു സീറ്റ് തന്നെ
വേണമെന്ന് നിർബന്ധമല്ല. എന്നാൽ ആ ഒരു കോഴ്സ് കിട്ടിയാൽ പഠിക്കാം. എന്നാൽ ഹയർ ഓപ്ഷനിലേക്ക് കിട്ടുകയാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ 7ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ ഒരു കോളേജ് ആ ഒരു കോഴ്സ് വേണ്ട, അതിന് പകരം 1 മുതൽ 6 വരെയുള്ള കോഴ്സുകളിൽ ഏതെങ്കിലും കിട്ടിയാൽ മതി എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ ഓപ്ഷൻ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിലേക്കായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും ഇപ്പോൾ 7ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അതിന് മുകളിലായിട്ട് 1 മുതൽ 6 വരെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ എല്ലാ കോഴ്സും അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ 1 മുതൽ ഇപ്പോൾ 1, 2, 3 ഈ ഒരു രീതിയിൽ അതായത് 1, 2, 3 ഈ ഒരു രീതിയിൽ അതായത് 6 വരെയുള്ള ഓപ്ഷനുകളാണ് നിലവിൽ ബാക്കിയുള്ളത്. അപ്പോൾ 6 വരെയുള്ള ഓപ്ഷനുകളിൽ 2ാമത്തെ ഓപ്ഷനും വേണ്ട, 4ാമത്തെ ഓപ്ഷനും വേണ്ട എന്ന ആ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് 7ാമത്തെ ഓപ്ഷനായിട്ടുള്ള DPharm ആണ്. അപ്പോൾ ഈ ഒരു DPharm കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇനി അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് 2 മുതൽ 4 2ഉം 4ഉം ഓപ്ഷനുകൾ വേണ്ട എന്നാണെങ്കിൽ അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് സേവ് ചെയ്യാം. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ 1, 3, 5, 6 എന്നിങ്ങനെയുള്ള ആ ഒരു ഓപ്ഷനുകളാണ് പിന്നീട് പരിഗണിക്കുക. പിന്നീട് ആ ഒരു ഓപ്ഷനിൽ ഏതൊക്കെ കോളേജ് കോഴ്സുകളാണുള്ളത് അതിലേക്കുള്ള അഡ്മിഷൻ ആയിട്ടാണ് വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്കൊരു കോഴ്സ് ലഭിച്ചു, അവിടെ തന്നെ സ്ഥിരപ്രവേശനം നേടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ആ ഒരു സീറ്റ് തന്നെ വേണമെന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലെ ഏത് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഹയർ ഓപ്ഷൻ നിലനിർത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെസിഫിക് ഓപ്ഷൻസ് മാത്രമായിട്ട്, അതായത് നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു, എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും കോളേജ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഒഴിവാക്കിയ ശേഷം അത് റിമൂവ് ചെയ്ത ശേഷം സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജസ് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. എങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം, എങ്ങനെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ കിട്ടിയിട്ടുള്ള സീറ്റ് എങ്ങനെ സെക്യൂർ ചെയ്യാം, അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള സീറ്റ് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.